നിന്നോടെ സ്വന്തമത്രേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമല്ലീ ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമേത്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിനാഴി തന്നെ മുങ്ങി ഞാനിന്നു മഞ്ഞിൽ. സ്നേഹത്തിനാഴി തന്നെ മുങ്ങി ഞാനിന്നു മഞ്ഞിൽ. ആലയം മാറിയും ആനന്ദമേറിയും കാണുന്നു ഭീതി എന്നെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഭൂതലം എന്നുരുകും താരകങ്ങൾ മറയും. ഭൂതലം എന്നുരുകും താരകങ്ങൾ മറയും. അന്നുമെൻ യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പാപത്തോട് ജാഗ്രത പുലർത്തി തന്നെത്താൻ സൂക്ഷിച്ചു കൊള്ളണം എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ദൈവപ്രകൃതി ധരിച്ചിട്ടുള്ളവനാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല എന്നും നാം വ്യക്തമായി തിരുവചന കേൾവിയാൽ തിരിച്ചറിയുന്നു. ജനനത്തിൽ കൂടി ദൈവമകനായവനിൽ ദൈവിക പ്രവർത്തനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതവൻ പാപം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം തന്നെത്താൻ സൂക്ഷിക്കുവാൻ അവൻ താല്പര്യപ്പെടുന്നുണ്ട്. അവന്റെ ആഗ്രഹം ഒരു പാപവും എന്നെ കയറി പിടിക്കരുത്, പാപത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവസ്ഥകളിൽ നിന്ന് ഞാൻ എന്നെ തന്നെ മാറ്റി നിർത്തി എന്നെ തന്നെ ഞാൻ സൂക്ഷിക്കും. ദൈവപ്രകൃതി ധരിച്ചിട്ടുള്ള ഏതൊരു വിശ്വാസിയും പാപത്തിൽ തുടരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ ശക്തമായി ഓർപ്പിക്കപ്പെടുകയാണ്. നമുക്കതൊരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് മറക്കരുത്.
ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപത്തിൽ തുടരുന്ന, ആ പാപത്തിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന വചനം നമ്മോടുള്ള ദൂതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നു. വിശ്വാസിയുടെ പുതിയ പ്രകൃതിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യമാണ്. നമ്മുടെ പഴയ പ്രകൃതി പാപസ്വഭാവം ഉൾക്കൊള്ളുന്നതും പാപം ചെയ്യുന്നതുമായിരുന്നു. എന്നാൽ പുതിയ പ്രകൃതത്തിന് പാപം ചെയ്യുവാൻ സാധിക്കയില്ല എന്നതാണ് പ്രത്യേകത. ഒരു വിശ്വാസിക്ക് പാപത്തിൽ തുടരുന്ന സ്വഭാവമില്ല. മനഃപൂർവ്വം പാപം ചെയ്തുകൊണ്ടിരിക്കുവാനും അവന് കഴിയുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. തന്നിലുള്ള ദൈവസ്വഭാവത്തെ കാത്തു സൂക്ഷിക്കുവാൻ ബന്ധപ്പെടുന്ന ഒരുവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ദുഷ്ടനിൽ നിന്ന് സൂക്ഷിക്കപ്പെടുന്നത് അങ്ങനെയുള്ള വിശുദ്ധന്മാരാണ്. പ്രിയരെ, വീണ്ടും ജനിച്ച ഒരു വിശ്വാസി ദൈവപ്രകൃതം സൂക്ഷിക്കുന്നവനിൽ പൊതുജനനത്തോട് യോജിച്ചു പോകാത്ത ഒരു പാപഗതികളും വിലപ്പോവുകയില്ല. പാപവും ദൈവവൈതലും തമ്മിൽ ഒരിക്കലും പൊരുത്തമില്ലാത്തതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും തമ്മിൽ ഏറ്റുമുട്ടിയേക്കാമെങ്കിലും തമ്മിൽ ഒരുമിച്ച് വസിക്കുവാൻ പറ്റില്ല. കാരണം വിശ്വാസി സൂക്ഷിക്കപ്പെടുന്നവനും നിലനിർത്തപ്പെടുന്നവനുമാണ്. അവൻ അതിനുവേണ്ടി കർത്താവിനോട് ദിനം പ്രതി യാചിക്കുന്നവനാണ്. അവൻ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നവനാണ്. അവൻ്റെ മേൽ കർത്താവ് ദൃഷ്ടി വെച്ച് അവൻ ആലോചന പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കുകയും താൻ ദൈവത്തിൽ നിന്നുള്ളവൻ തന്നെ എന്ന് തിരിച്ചറിയുന്നവനുമാണ്. പ്രിയരെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നത് പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവൻ നയിക്കപ്പെട്ടുവെന്നും പാപത്താൽ അല്ലെങ്കിൽ പാപത്തിൽ വീണു പോകാവുന്ന ഒരു സ്ഥിതിയെ, ഒരവസ്ഥയെ അതിജീവിച്ചുവെന്നോ അല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെയോ അവൻ പാപത്തിൽ ജീവിക്കുന്നില്ല. പാപത്തിൻ്റെ പ്രകൃതത്തെ അവൻ എതിർക്കുന്നു, തന്നെത്താൻ അവൻ സൂക്ഷിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. വിശുദ്ധന് തന്നെത്താൻ സൂക്ഷിക്കുവാനാവുമോ എന്ന് പലർക്കും സംശയമുണർത്തുന്ന ഒരു കാര്യമാണ്. വിശ്വാസി സ്വയം സൂക്ഷിക്കുവാൻ പര്യാപ്തനാണോ? ദൈവമല്ലേ നമ്മെ സൂക്ഷിക്കുന്നത്? ഇതിനെന്താണ് വ്യാഖ്യാനം എന്നൊക്കെ നാം ചിന്തിച്ചേക്കാം. സ്വയം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നാം അപര്യാപ്തരാണെങ്കിലും പാപത്തിൽ വീഴാതെ വണ്ണം പാപത്തെ നാം ലഘുവായി കരുതാതെ ഇരിക്കുന്നതിലൂടെ, പാപത്തെ നാം എതിർക്കുന്നതിലൂടെ നമ്മെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം നാം നിർവഹിക്കുമ്പോൾ തന്നെ പ്രിയരെ, നാം നമ്മെ തന്നെ സൂക്ഷിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ അനുകൂലതയുണ്ടാകും, ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും. അത് നാം നിർവഹിക്കുവാൻ നാം മറക്കുകയോ അതിൽ നമ്മുടെ സകല ചിന്തകളും വെടിഞ്ഞ് നാം അലസരായി കഴിയുകയോ ചെയ്യരുത്. നമ്മുടെ ഉത്തരവാദിത്വം നാം മറക്കരുത്. പാപത്തെ നാം ലഘുവായി കാണരുത്. നമ്മുടെ ഉത്തരവാദിത്വം, ഒന്നാമത്തെ ഉത്തരവാദിത്വം, നാം നമ്മെ തന്നെ പാപത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാപത്തെ നാം ഒരിക്കലും ലഘുവായി കാണരുത്. ചെറിയ പാപത്തെയും പാപമായി തന്നെ കണ്ട് അതിനോട് എതിർത്തു നിൽക്കണം. നാം കർത്താവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നത് കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും എന്നാണ് യൂദായുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പാപത്തോടുള്ള സമീപനത്തിൽ വിശ്വാസികൾ ജാഗ്രത പുലർത്തുമ്പോൾ അവർ തന്നെത്താൻ സൂക്ഷിക്കലാണ്. കൂടപ്പുറപ്പിന് അങ്ങനെയുള്ളവരെ ദുഷ്ടനെ ബന്ധിക്കുവാൻ കഴിയുകയില്ല. ഇപ്രകാരം തിരിച്ചറിവുള്ളവരായി നാം ജാഗ്രത പുലർത്തിയാൽ തുടർന്നുള്ള സൂക്ഷിപ്പ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവകരങ്ങളിൽ പ്രിയരെ, നാം എന്നും ഇപ്പോഴും ഇന്നും സുരക്ഷിതരാണ്. ആ ദൈവകരങ്ങളിലെ സുരക്ഷിതത്വത്തിൻ്റെ ഊഷ്മളത അനുഭവിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇന്ന് പകലിൽ പരിശുദ്ധനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസമേ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം.
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരുണയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പാപത്തോട് എതിർത്ത് നിൽക്കാൻ, പാപത്തോട് ജാഗ്രത പുലർത്തി തന്നെത്താൻ സൂക്ഷിക്കുവാൻ ഇന്ന് പകലിലും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്നിൻ്റെ ആവശ്യങ്ങൾ ഓരോരുത്തരുടെ മേലും നിറവേറ്റിക്കൊടുത്തു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരുണയാലും കൃപയാലും നിറച്ചാൽ മഹത്വം അങ്ങേക്ക്. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. അന്നു